ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതം കൂടെ കാണുവാൻ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ വചനങ്ങളെ ചിന്തിപ്പാൻ ധ്യാനിപ്പാനൊക്കെ ദൈവം നൽകിയ ഭാഗ്യത്തെ ഓർത്ത് സകല മഹത്വവും ഞാൻ എൻ്റെ ദൈവത്തിന് നൽകുകയാണ്. ഒരാഴ്ച കാലം ദൈവം നമ്മെ എല്ലാവരെയും കാത്തു സൂക്ഷിച്ചു. ഈ കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ദൈവവചനങ്ങളെ ചിന്തിക്കാം. ഇതിലേക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 26-ാം സങ്കീർത്തനം അതിൻ്റെ 5-6 വാക്യങ്ങൾ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്ന് കരഞ്ഞ് വിതച്ചുകൊണ്ട് നടന്നു, കറ്റ ചുമന്ന് ആർത്തുകൊണ്ട് വരുന്നു. കണ്ണുകളടയ്ക്കാം, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുനീരോടെ ആര് വിതയ്ക്കുന്നു അവരാർപ്പോടെ കൊയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി തീരേണ്ടതിനായിട്ട് നമുക്കെല്ലാവർക്കും നമ്മളെ തന്നെ ഏൽപ്പിക്കാൻ പ്രാർത്ഥിക്കാം. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റ മലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തി തരും. കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തി തരും. പരിശുദ്ധ പിതാവേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവമേ, കേൾക്കേണ്ട ദൈവവചന ദൂതുകൾക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. കേൾക്കുന്ന മക്കൾക്ക് അത് അനുഗ്രഹമാക്കി ദൈവം തീർക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടുകൂടെ കൊയ്യും. നമുക്കറിയാം, വളരെ സുപരിചിതമായ ഒരു ദൈവഭാഗമാണ്. ഇവിടെ ഇന്നത്തെ ചിന്താവിഷയത്തിൽ പ്രാർത്ഥനയെക്കുറിച്ചാണ് ആധികാരികമായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത്. അപ്പോൾ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഏതൊരു വിഷയത്തിൻ്റെ നടുവിലും നമ്മളുടെ മുമ്പിൽ, പ്രത്യേകിച്ച് ദൈവമക്കളുടെ മുമ്പിൽ ഒരു വിഷയം ഇല്ല എന്ന് വരികയില്ല. ഒന്നിനു പുറകെ പല പ്രശ്നങ്ങളായി മനുഷ്യൻ വലയുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി സ്തോത്രം രേഖപ്പെടുത്തുകയാണ്. സ്തോത്രം, കണ്ണുനീരോട് ആര് വിതച്ചാലും ആ വിഷയത്തിൻ്റെ നടുവിൽ അവർ ആർപ്പോടെ കൊയ്യും. അടുത്ത ഭാഗത്തിൽ ആ വിത്തിനെ കൈക്കൊമ്പിളിലെടുത്ത് വിതച്ചിട്ട്, അതാണ് ഇവിടെ പറയുന്നത്, കൈക്കൊമ്പിളിലെടുത്ത് നമ്മൾ അതിനെ വിതച്ചുകൊണ്ട് എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്നാൽ അതിൻ്റെ മറുപടിയായി അതിൻ്റെ ഫലം നമ്മൾ കരങ്ങളിൽ എടുത്തുകൊണ്ട് ആമേൻ വരും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയാണ്? സന്തോഷത്തോടു കൂടെ. പ്രിയ ദൈവമക്കളെ, ഈ നാളുകളിൽ നമ്മുടെ ജീവിതങ്ങളിൽ ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, കടഭാരങ്ങളുണ്ട്. ഒന്നിനു പുറകെ ഫലവിധമായ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ഇതൊന്നും കണ്ട് നമ്മൾ തളർന്നു പോകരുത്. നമ്മൾ ആ വിഷയങ്ങളെ കൈക്കുമ്പിളിലെടുത്ത് ദൈവത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവത്തോടുകൂടെ നമ്മൾ കരയണം എന്നാണ് രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ 1 ശമൂവേലിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കവിടെ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു വാക്യമുണ്ട്. 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം, അവൾ മനോവ്യസനത്തോടുകൂടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു, സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയാനെ ഓർക്കുകയും അടിയാനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവഭാഗമാണ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. അതിൻ്റെ ആധാരമായിട്ട് ഞാൻ ദൈവാത്മാവിൽ എനിക്ക് ദൈവം പ്രാർത്ഥിച്ചപ്പോൾ തന്ന ചിന്തയാണ് ഇവിടെ വായിച്ചു കേട്ടത്. 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം, അവൾ മനോവ്യസനത്തോടുകൂടെ പൊട്ടിക്കരഞ്ഞു, യഹോവയോട് പ്രാർത്ഥിച്ചു. പ്രിയ ദൈവമക്കളെ, ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ കേട്ട് തഴമ്പിച്ച ഒരു ദൈവഭാഗമാണെങ്കിലും ഈ അന്ത്യകാലഘട്ടത്തിൽ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ആരും ഭാരത്തോടെ, ആരും വേദനയോടെ, ആരും നിരാശയോടെ
ജീവിക്കാൻ ദൈവം ജീവിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. ആരൊക്കെ ഏത് വിഷയവുമായി ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരുന്നുവോ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, എൻ്റെ ദൈവം അതിന് മറുപടി തരിക തന്നെ ചെയ്യും. അവൻ ഒരിക്കലും മറുപടി തരാത്ത ദൈവമല്ല. വേദപുസ്തകത്തിൽ യെശയ്യാ പ്രവചനം 59 പറയുന്നു, കേൾക്കാൻ കഴിയാത്തവണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല, അനുഗ്രഹിപ്പാൻ കഴിയാത്തവണ്ണം കരം കുറുകിയിട്ടില്ല. നമ്മൾ ഏത് വിഷയവുമായി ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നുവോ ആ വിഷയത്തിന് മറുപടി കിട്ടുവാൻ ആ വിഷയത്തിൻ്റെ ആഴമേറിയ ഒരു മനോവ്യസനം നമ്മുടെ ഉള്ളിനകത്തുണ്ടായിരിക്കണം. ഈ സ്തോത്രം ഹന്നയെക്കുറിച്ച് നമുക്കറിയാം. എൽക്കാന, എബ്രേയ മലനാട്ടിൽ എൽക്കാന എന്ന് പറയുന്ന ഒരു പുരുഷന് 2 ഭാര്യമാർ. ഹല്ലേലൂയ. ഹന്നയും പെനീനയുമാണ്. ഇവർ 2 പേരിലും പെനീനയ്ക്ക് മക്കളുണ്ട്, ഹന്നയ്ക്ക് മക്കളില്ല. ശ്രദ്ധിക്കണമേ, പെനീനയ്ക്ക് മക്കളുണ്ട്, ഹന്നയ്ക്ക് മക്കളില്ല. ഹന്ന കുഞ്ഞുങ്ങളില്ലാത്ത ഒരനുഭവത്തിൽ നിന്ദിക്കപ്പെട്ടവളായി, തകർക്കപ്പെട്ടവളായി, നാട്ടുകാരുടെ പരിഹാസം, വീട്ടിനകത്തുള്ള പ്രിയപ്പെട്ടവരുടെ പരിഹാസം, ലോകത്തിലുള്ളവരുടെ നിന്ദയും പരിഹാസവും കൊണ്ട് അവൾ വിയർപ്പ് മുട്ടി. വേദപുസ്തകം പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അവൾ ആരോടും എതിർത്ത് പറഞ്ഞില്ല, അവൾ ആരോടും വഴക്കിന് പോയില്ല. എന്നെ എന്തിനാണ് മക്കളില്ലാത്ത മച്ചി എന്ന് പറഞ്ഞ് എന്നെ പരിഹസിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ആരോടും വഴക്കിടാൻ പോയില്ല. നമ്മളാണെങ്കിൽ ഒരു ഭാരം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ, ആരെങ്കിലും എന്തെങ്കിലും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ കടിച്ച് കീറത്തക്ക നിലവാരത്തിൽ അവർക്കെതിരെ ശബ്ദമുയർത്തി ലോകത്തിൽ അവരെ നിന്ദിച്ചും ലോകക്കാരെ കൊണ്ട് അവരെ പരിഹസിച്ചും ജീവിക്കുന്നവരാണ് ലോക മനുഷ്യൻ. ഹല്ലേലൂയ. എന്നാൽ ഈ ഹന്ന എന്ന് പറയുന്ന ഈ സഹോദരി ആരെയും കടിച്ചു കീറുവാനോ ആരോട് എതിരിട്ട് പറയുവാനോ, ഇത് എന്തിനാണിടി എന്നെ ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാനോ പോയില്ല. അവൾ എന്ത് ചെയ്തെന്നറിയാമോ? അവളുടെ പ്രാർത്ഥനാ വിഷയത്തെ, അവളുടെ മനോവ്യസനത്തെ മാറ്റുവാൻ കഴിവുള്ള, അതിന് പ്രാപ്തിയുള്ള ഒരുവനുണ്ട്. അവന്റെ പേരത്രേ യഹോവയായ ദൈവം. ആ ദൈവത്തിന്റെ അരികിലേക്ക് അവൾ കടന്നു പോകാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. അവൾ ദേവാലയത്തിൽ പോയി മുട്ടിന്മേൽ നിന്ന് യഹോവയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, എനിക്ക് നീ ഒരു മകനെ തരികയാണെങ്കിൽ, ഒരു പുരുഷ സന്താനത്തെ നീ തരികയാണെങ്കിൽ, ജീവപര്യന്തം ഞാൻ നിനക്ക് അവനെ നിവേദിക്കും. ഞാൻ നിന്റെ ഒരു പൈതലായി അവനെ വളർത്തും. നിന്റെ മകനായി ഞാൻ അവനെ വളർത്തും. അവനെ നിനക്കായി ഞാൻ തരുമെന്നൊരു പ്രതിജ്ഞ, ഒരു തീരുമാനം എടുത്തുകൊണ്ട് ആ ഹന്ന എന്ന് പറയുന്ന പ്രിയ സഹോദരി, ഹല്ലേലൂയ, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. ഏത് പ്രശ്നത്തിന്റെ നടുവിലും ഏക ഉത്തരം യേശു ക്രിസ്തുവാണ്. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലുണ്ടോ? എത്ര വലിയ പ്രതികൂലം വന്നാലും, ഓളങ്ങൾ വന്നാല്, തിരമാലകൾ വന്നാല്, നിന്നെ തകർക്കാമെന്ന് ശത്രു വെല്ലുവിളിച്ചു വാദിച്ച് നിന്റെ കുടുംബത്തിന്റെ അകത്തളത്തിനകത്ത് കടന്നു വരുമ്പോൾ, കൃപ പ്രാപിച്ച ദൈവമക്കൾ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ നീ ഒന്ന് എഴുന്നേറ്റ് ആ വിഷയത്തെ മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ നിന്റെ കുടുംബത്തിന്റെ അകത്തളത്തിനകത്ത് നിന്നെ ഭാരപ്പെടുത്തുന്ന, കുടുംബത്തെ ചിന്ന ഭിന്നമാക്കി തകർക്കാൻ നോക്കുന്ന എല്ലാ അന്ധകാര മണ്ഡലങ്ങളും, എല്ലാ ദുഷ്ടവൈശ്വാനിക പോരുകളും തകർന്നുടയുന്ന ഒരു പകൽക്കാലമാകയാൽ ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വം നൽകുകയാണ്. അവൾ നിന്ന് അനുഭവിച്ചത്, ഹല്ലേലൂയ, പരിഹാസങ്ങൾ അനുഭവിച്ചത്, എല്ലാവരാലുമുള്ള അവഗണന വന്നത്, ഇതൊന്നും കണ്ടിട്ട് പേടിക്കാതെ ഇതിനെല്ലാത്തിനും പരിഹാരമുള്ള ദൈവത്തിൻ്റെ അടുക്കൽ അവൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം ഏലി പുരോഹിതൻ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന പ്രാർത്ഥന മുടക്കിയില്ല. എല്ലാ ദിവസവും വന്ന് അവൾ ദൈവത്തോട് കണ്ണുനീരോടെ അവൾ ആ വിഷയത്തെ വിതച്ചിട്ട് അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൾക്കറിയാം, ഒരു നാളിൽ
എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുക. നമ്മളെപ്പോലെ 5 ദിവസവും 10 ദിവസവും പ്രാർത്ഥിച്ചിട്ട് മതിയാക്കുന്നവളായിരുന്നില്ല ഹന്ന എന്ന ആ പ്രിയപ്പെട്ട സഹോദരി. ഓ ദൈവദാസന്റെ ഒരു പ്രാർത്ഥനാ വിഷയം കൊടുത്തിട്ട് വീട്ടിൽ പോയി അവര് ആമേൻ സ്തോത്രം പ്രാർത്ഥിക്കാതെ ഇരിക്കുന്ന അനുഭവത്തിലല്ലായിരുന്നു ഹന്ന എന്ന സഹോദരി. പ്രാർത്ഥിക്കണം, അത്ഭുതം നടക്കുമെന്ന് വാഗ്ദത്തം കൊടുത്താൽ പ്രാർത്ഥിക്കാതിരുന്നിട്ട് വാഗ്ദത്തം കിട്ടിയില്ല എന്ന് പറയുന്ന നിലവാരത്തിലുള്ള വ്യക്തി ആയിരുന്നില്ല ആ ഹന്ന എന്ന സഹോദരി. ഹല്ലേലൂയ. എപ്പോഴും പ്രാർത്ഥിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, കാഹളം പോലെ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം. ഇതൊക്കെ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, സ്നേഹിത, ഞാൻ പറയട്ടെ, പ്രാർത്ഥിപ്പാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ പ്രവർത്തിപ്പാൻ ആൾറെഡി എൻ്റെ ദൈവത്തിന് കഴിയും. സഹോദരി പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരുന്നു. ഓ പ്രാർത്ഥന മുടക്കിയില്ല. അവഗണനകൾ വകവയ്ക്കാതെ, നിന്ദകൾ വകവയ്ക്കാതെ, പരിഹാസങ്ങൾ വകവയ്ക്കാതെ അവൾ പ്രാണനാഥന്റെ അടുക്കൽ പോയി നിരന്തരം പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും അതരം തുറന്ന പ്രാർത്ഥിക്കുന്ന പുരോഹിതൻ ശ്രദ്ധിക്കുന്നു. എന്നാൽ ആമേൻ അവളുടെ പ്രാർത്ഥനയുടെ അവസാന നിമിഷം കടന്നു വരുമ്പോൾ ആമേൻ അവൾ ദേവാലയത്തിനകത്ത് കയറി അതരം തുറക്കാതെ മൗനമായി ഇരിക്കുകയാണ്. പുരോഹിതൻ ഇത് ശ്രദ്ധിച്ചുകൊണ്ടേ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതല നിലവിളിച്ചു കൊണ്ടിരുന്ന നാളുകൾ അദ്ദേഹം മനസ്സിലാക്കി. ഇന്നെന്തുകൊണ്ട് ഇവൾ നിലവിളിക്കുന്നില്ല? ഇന്നെന്തുകൊണ്ടാണ് ഇവള് ദൈവത്തോട് നിലവിളിച്ച് അതരമനയ്ക്ക് പ്രാർത്ഥിക്കാത്തത്? പ്രാർത്ഥന കഴിഞ്ഞു. ഹല്ലേലൂയ. അവൾ പുറത്തേക്ക് വരുമ്പോൾ പുരോഹിതൻ ചോദിക്കുകയാണ്, അവളെ ഹൃദയം തകർക്കത്തക്ക നിലവാരത്തിൽ ചോദിക്കുകയാണ്, നീ എന്താ വാ തുറന്ന് പ്രാർത്ഥിക്കാത്ത? നീ ഇന്നലകളിൽ അങ്ങനെ ആയിരുന്നല്ലോ. നീ മദ്യത്തിന്റെ ലഹരി പിടിച്ചാണോ ഇരിക്കുന്നത്? അവള് പറഞ്ഞ ഒരാത്മീകത്വത്തിന്റെ വാക്കുകൾ കേൾക്കണോ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയ ശ്രോതാവേ? അല്ലയോ പുരോഹിതനെ, ഞാൻ ഇതുവരെയും നിലവിളിച്ചത് ശരി തന്നെയാ, ഇതുവരെയും അതരം തുറന്ന് പ്രാർത്ഥിച്ചു ശരി തന്നെയാ. പക്ഷേ ഇന്ന് അതരം അനക്കാത്തത് എന്തെന്നറിയാമോ? ഇന്നലകളിൽ ഞാൻ പ്രാർത്ഥിച്ച നിന്നെ വകവയ്ക്കാതെ, പ്രതികൂലങ്ങളെ വകവയ്ക്കാതെ, എന്നെ പരിഹസിച്ചവരുടെ പരിഹാസിയുടെ ഇരിപ്പിടത്തിലിരിക്കാതെ എൻ്റെ യഹോവയോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി എൻ്റെ ദൈവം എൻ്റെ അരികിൽ വന്നതുകൊണ്ട് എനിക്ക് അവനൊരു കുഞ്ഞിനെ തരാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുക. ഇതാ പ്രാർത്ഥന. ദൈവ മക്കളെ, എപ്പോഴും പ്രാർത്ഥിക്കണം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവം ഒരു നാളിൽ നിന്റെ അരികിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നമ്മുടെ അരികിൽ ഒരു നാളിൽ ഇറങ്ങി വരും. പ്രാർത്ഥനയെ മുടക്കരുത്. ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ എന്ത് ചോദിച്ചാലും എൻ്റെ ദൈവം നിങ്ങൾക്ക് തരുമെന്ന സത്യവേദ പുസ്തകം നമ്മളെ വിളിച്ചറിയിക്കുമ്പോൾ എന്തിനാ നമ്മൾ ഉറങ്ങുന്നത്? എന്തിനാ നമ്മൾ മടി കാണിക്കുന്നത്? പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗം തുറക്കുന്ന താക്കോല. അവൾ അത്രയും ദിവസം കരഞ്ഞു, എന്നാൽ അവസാന ദിവസം അവൾ അതരമനക്കാത്തത് അവളുടെ പ്രാർത്ഥന എന്നെ കേൾക്കുന്ന സ്നേഹിത ശ്രോതാവേ, സ്വർഗത്തിലെത്തി. അവളുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. കണ്ണുനീരോടെ വിതച്ചവൾ ആർപ്പോടെ കൊയ്യേണ്ട സമയമെത്തി. അവൾ അതരം തുറക്കാതിരുന്നത് അവളുടെ പ്രാർത്ഥന ശബ്ദം സ്വർഗം തുറക്കപ്പെട്ടു. സ്വർഗീയ പ്രാർത്ഥന എന്ന സ്വർഗീയ താക്കോൽ അവളുടെ കയ്യിലിരുന്നത് ആമേൻ. ആ പ്രാർത്ഥനയുടെ അത്യന്തം ഫലമായി സ്വർഗം തുറന്ന് എൻ്റെ യേശു അവളുടെ അരികിലേക്ക് വന്നു. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് നിങ്ങളുടെ അരികിലേക്ക് വരാറുണ്ടോ? എൻ്റെ കർത്താവ് നിങ്ങളോട് സംസാരിക്കാറുണ്ടോ? മകനെ, മകളെ, നീ ഇനി കരയേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാനിത് മറുപടി തന്നിരിക്കുന്നു എന്ന് ആ ദൈവ ശബ്ദം എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, സ്നേഹിത, നിങ്ങൾ കേൾക്കാറുണ്ടോ? റബന വൈഡവ ഹദുരഗടഗസ്യ ഹസ്തരാദര വൈഡേ ഹദുരേ രദനെ ശാരബല ധീരം ബൗഡം വീര വാരവാരവ വികാരവക്ഷാല ബൗഢീകരഗടഗസ്യ. എൻ്റെ ഈ പ്രോഗ്രാം കാണുന്ന ചിലരൊക്കെ ഹല്ലേലൂയ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, കടഭാരത്താൽ വ്യഥ അനുഭവിക്കുന്നവരുണ്ട്, മക്കളെ ഓർത്ത് ആകുലപ്പെടുന്നവരുണ്ട്, ഒരു ഭവനമില്ലാതെ വേദനിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. പല വാതിലുകളും മുട്ടിയിട്ട് എനിക്കൊരു ജോലി കിട്ടിയില്ല, പല ഇന്റർവ്യൂകൾ നടത്തിയിട്ട് എനിക്കൊരു ജോലി കിട്ടിയില്ല, ഉടരഭാഷ
ശബ്ദന ജുഡികരഘടകസ്യ. വേദനപ്പെടുന്ന പ്രിയ സഹോദര സഹോദരി, മാതാവേ പിതാവേ, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇന്നും വാടക വീട്ടിലാണ്. ഒരു ഭവനത്തിന്റെ അടിസ്ഥാനമിട്ടു. ആ ഭവനം പൂർത്തീകരിക്കാൻ കഴിയത്തില്ല. വേദനപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, കരയുവാൻ തീരുമാനമെടുക്കുക. ഇന്നു മുതൽ നിങ്ങൾ കരഞ്ഞു തുടങ്ങുക. സ്വർഗത്തിലെ ദൈവ ഹന്നയുടെ അടുക്കൽ ഇറങ്ങി വന്നു എങ്കിൽ അവന്റെ കരം കുറുകിയിട്ടില്ല, ചെവി മന്ദമായിട്ടില്ല. നാളും നാഴികയും പോണ്ട. 2024 നടക്കുമെന്ന് പറഞ്ഞ് നടന്നില്ല, 22 നടക്കുമെന്ന് പറഞ്ഞ് നടന്നില്ല, 23 നടക്കുമെന്ന് പറഞ്ഞ് നടന്നില്ല. എന്നാൽ ആത്മാവിൽ വിളിച്ചോ പ്രവചിക്കുകയാ. 2023 നടക്കാത്തത്, 2024 നടക്കാത്തത് 2025 സ്വർഗം നടത്താൻ പോവുകയാ. എത്ര പേർ ഏറ്റെടുക്കുക ഈ പ്രോഗ്രാം കണ്ട്? എത്ര പേർ അത് ഏറ്റെടുക്കുക? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവ് പറയുന്നത്. ഈ പ്രപഞ്ചത്തെ ഒരു നാസ്തികത്തിൽ നിർത്തിയിരിക്കുന്നവനാ പറയുന്നത്. ഓ, കാറ്റിനെയും കടലിനെയും ശാസിച്ചവനാ പറയുന്നത്. മരിച്ചവനെ ഉയർപ്പിച്ചവനാ പറയുന്നത്. ഓ, ഈ 2025 സക്സസ് ആയി നടക്കാൻ പോവുക. പ്രാർത്ഥിച്ചു തുടങ്ങുക. ഹല്ലേലൂയ. ഹന്നയെ പോലെ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഓ, ദൈവത്തോട് കണ്ണുനീരോട് ആ വിഷയത്തെ വിതച്ച് പ്രാർത്ഥിച്ച് ആരംഭിക്കുക. ഓ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളുടെ വചനമാ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വീര്യപ്രവർത്തികളുടെ വചനമാ കേട്ടുകൊണ്ടിരിക്കുന്നത്. വചനം നിനക്ക് സമീപമായിരിക്കാൻ. ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ആ വചനം തന്നെ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഇന്നലകളിൽ വന്ന പരാജയങ്ങളെ ജയമാക്കി ദൈവം 25 തീർക്കാൻ പോവുക. ഞാൻ ഈ പറഞ്ഞ ചില പ്രവചന ദൂതുകളുണ്ട്, അതെല്ലാം 25 നടക്കാൻ പോവുക. ഈ ഡേറ്റ് എഴുതി ഇടുക. ഈ 2025 അവസാനിക്കുന്നതിന് മുമ്പേ എൻ്റെ ദൈവം അതിനെ നടത്തി നിന്നെ മാനിക്കാൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു. പുരോഹിതനോട് പറഞ്ഞു, ഞാൻ ലഹരി പിടിച്ച അല്ല ഇരുന്നത്, എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചു. ദൈവം സംസാരിക്കുന്ന ദൈവമാ. നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരും, സംസാരിക്കും. ഓ, നമ്മളിലിരിക്കുന്ന ആത്മീക ഹൃദയമുണ്ടല്ലോ, അതിനകത്ത് ദൈവമാ വസിക്കുന്നത്. ആ സ്വതന്ത്രം ആത്മാവ് നമുക്ക് തന്നവനുമായി നമുക്കൊരു കമ്പയറിംഗ് ഉണ്ട്. നമുക്കൊരു സ്വതന്ത്രം ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട്. ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. അവൻ തന്നിരിക്കുന്ന ആത്മാവിനാൽ, അവൻ തന്നിരിക്കുന്ന ദൈവശക്തിയാൽ അവന് നമുക്കുമായി ഒരു ആത്മീക ബന്ധമുണ്ട്. ആത്മീക ബന്ധമുണ്ട്. ഒരു ദൈവത്തിന്റെ പൈതൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ വേദനയുടെ ഹൃദയത്തെ അറിയുന്ന ദൈവം ഹല്ലേലൂയ നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരും. ആത്മസ്വഭാവം എന്ന് പറയുന്നത് അതാ. നമുക്ക് ദൈവം തന്ന ആത്മാവാ. അവൻ തന്നിട്ട് അടങ്ങിയിരിക്കത്തില്ല. നിന്റെ വേദനകളെ അറിഞ്ഞ് അവൻ ഇറങ്ങി വന്ന അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ കർത്തൃ ദിവസത്തിന്റെ ആമേൻ പ്രിയ ദൈവ മക്കളെ, ഈ പ്രഭാതത്തിൽ എത്ര പേര് ആമേൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, എത്ര പേർ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. മക്കളില്ലാതെ മാതാപിതാക്കൾ മക്കളെ അയച്ചിട്ട് വർഷം 10-12 ഇതുവരെയും ഒരു കുഞ്ഞു ഭാഗ്യമില്ല. വർഷം 5 ഇതുവരെയും എനിക്കൊരു പുരുഷ സന്താനത്തെ കാണാൻ കഴിയുന്നില്ല. വേദനപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങളുടെ നെഞ്ച്, നിങ്ങളുടെ ഉള്ള ഉരുകുകയാണ്. അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഭമിച്ചു നോക്കണ്ട. നിന്റെ വിഷയത്തിൻ്റെ നടുവിൽ ദൈവം 2021 നടക്കാത്തത് 25 നടത്താൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ. ഉദര സംബന്ധമായുള്ള രോഗങ്ങൾ ഇന്ന് പകൽക്കാലം ഈ കർത്തൃ ദിവസത്തിന്റെ പ്രഭാതത്തിൽ എൻ്റെ കർത്താവ് സൗഖ്യമാക്കുന്ന പകൽക്കാലമാണ്. ഓ ഹോ 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 ഹല്ലേലൂയ. എല്ലാ ഷുഗറിന്റെ ആസക്തികളും മാറിപ്പോകുന്ന പകൽക്കാലമാ. എല്ലാ ക്യാൻസറിന്റെ മുഴകളും മാറിപ്പോകുന്ന പകൽക്കാലമാ. എല്ലാ ട്യൂമറുകളും മാറിപ്പോകുന്ന പകൽക്കാലമാ. ഓ റബന വൈഡ ബഹദുരഘടകസ്യ. ഈ ലോകമോഹങ്ങളിൽ വീണ അത് തന്നെ നല്ലതെന്ന് ചിന്തിക്കുന്ന എൻ്റെ ഈ പ്രോഗ്രാം കാണുന്ന പ്രിയ സഹോദര, നിന്റെ കർത്താവ് തൊടുകയാ, നിന്റെ കർത്താവ് തൊടുകയാ. ഓ റബ ശമന വൈഡ ഹദുരെ രതനെ ശബ്ദരാധര ജുഡികര ഘടകസ്യ. ഓ ഒരു അത്ഭുതത്തിന്റെ പകൽക്കാലമാ. എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓ അവൾക്ക് ദൈവം കൊടുത്ത കുഞ്ഞിനെ അവൾ ദൈവത്തിനായി കൊടുത്തു. ഈ പ്രോഗ്രാം കാണുമ്പോൾ തന്നെ
പലരും ദൈവസന്നിധിയിൽ നേർന്നവരുണ്ട്. അത് ചെയ്യാതെ ഇന്നും ആ പ്രതികൂലങ്ങൾ ഒഴിയാതിരിക്കുകയാണ്. വേദപുസ്തകം പറയുന്നു, നേരുന്നത് നേരുള്ളവർക്ക് ഉചിതം. ഹന്ന നേർന്നു, അതവൾ ദൈവത്തിനായി കിട്ടിയതിനെ കൊടുത്തു. അതുപോലെ ഒരു തീരുമാനമെടുക്കാം. എല്ലാവർക്കും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഈ പറയപ്പെട്ട വിഷയങ്ങളുടെ നടുവിലുള്ളവർ രോഗമുള്ള ആ ഭാഗത്തേക്ക് കരം വയ്ക്കാം. ഹല്ലേലൂയ. നാളുകളായി പക്ഷപാത രോഗം കൊണ്ട് നടക്കാൻ കഴിയാത്ത പ്രിയ സഹോദര, ആ ഭാഗത്ത് കരം വയ്ക്കാം. ദൈവത്തിന്റെ ആത്മാവ്, ചലിപ്പിക്കുന്ന ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, തളർന്നിരിക്കുന്ന മുഴങ്കാലുകളെ ബലപ്പെടുത്തുന്ന ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, അത് ശക്തി തരുന്ന ആത്മാവ്. ഹല്ലേലൂയ. പക്ഷപാതക്കാരനെ വിടിവിച്ച ദൈവ, കുരുടന് കാഴ്ച കൊടുത്ത ദൈവം. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആ ദൈവ സാന്നിധ്യം നിങ്ങളെ തൊടുകയാ. ആ ദൈവശക്തി വ്യാപരിക്കുന്നു. പ്രാർത്ഥനയുടെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ മേൽ വച്ചു പിടിപ്പിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന വീരന്മാരായി വീരകളായി തീരട്ടെ നിങ്ങൾ ഓരോരുത്തരും. പ്രാർത്ഥന മുടക്കരുത്. മാതാവേ, പിതാവേ, പ്രാർത്ഥന മുടക്കരുത്. തലമുറയ്ക്ക് വേണ്ടി കരയുക. നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി അമ്മമാർ കരയുക. യേശു ഇത്രയും വലിയ പാപമെന്ന ഭൈമര കുരിശും ചുമന്നുകൊണ്ട് കടന്നു പോയപ്പോൾ യെരൂശലേം പുത്രിമാർ പൊട്ടി കരയുകയാ. യേശുവിനെ കണ്ട അരിമ അപ്പൽ വേദനയിൽ നിന്നുകൊണ്ട് അവൻ പറഞ്ഞ ഒരാത്മീക ദൂതുണ്ട്. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവേ. പ്രാർത്ഥിക്കുക. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നശിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പറയപ്പെട്ട എല്ലാ വിഷയത്തിനും നടുവിൽ കണ്ണുകളടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുതം ചെയ്യട്ടെ, അത്ഭുതം ചെയ്യട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയപ്പ. അങ്ങ് പ്രവർത്തിച്ചാൽ ആർതെടുക്ക, അങ്ങ് പ്രവർത്തിക്കണമേ. ഒത്തിരി വിഷയങ്ങളുമായി ഇതാ കൈക്കുമ്പിളിലെടുത്ത കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന മാന്യ പ്രേക്ഷകരെ, അവിടുത്തെ കരകൾ തരുന്നപ്പ. ഇവരുടെ അന്യായുധ വളർച്ചകൾ മാറിപ്പോകട്ടെ, രോഗബന്ധനങ്ങൾ അഴിയട്ടപ്പ. ഇവരലട്ടുന്ന സകല മാനസിക പ്രതിസന്ധികളെയും സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായിരിക്കുന്ന യേശുവിൻ നാമത്തിൽ വിട്ടുപോകുവാനായിട്ട് കൽപ്പിക്കുകയാണ്. അങ്ങ് അത്ഭുതം ചെയ്യണമേ, അങ്ങ് വീര്യം പ്രവർത്തിക്കണമേ അപ്പ. ഹന്ന പ്രാർത്ഥിച്ചു, പ്രതിഫലം കൊടുത്തു. അവൾ നേർന്നതുപോലെ ദൈവത്തിന് നൽകി. അതുപോലെ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്കല്ല ദിനങ്ങളിൽ ദൈവത്തിന് നൽകത്തക്ക നിലവാരത്തിൽ നേർന്നുകൊണ്ട് പ്രാർത്ഥിച്ച് നന്മയെ കരങ്ങളെടുക്കാൻ സഹായിക്കണം. ജോലികൾ ലഭിക്കട്ടെ, രോഗങ്ങൾ മാറിയതിനായി സ്തോത്രം. അത്ഭുതം ദൈവാത്മാവ് ചെയ്തതുകൊണ്ട് സ്തോത്രം. മദ്യപാനത്തിന്റെ ആസക്തിയിൽ നിന്നും വിടിവിച്ച ദൈവത്തിന് മഹത്വം. ഇവരെല്ലാവരും ഈ നാളുകളിൽ വിളിക്കട്ടെ. പ്രാർത്ഥനയിൽ ദൈവം ഈ മെസ്സേജിൽ അത്ഭുതം ചെയ്തെന്ന് പറയട്ടെ, അത്ഭുതം സാക്ഷിയായി തീരട്ടെ. എല്ലാ മഹത്വവും ബഹുമാനം അവിടത്തേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. അത്ഭുതം ചെയ്ത ദൈവത്തിന് മഹത്വം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠവും മനോഹരമായ നല്ല അനുഗ്രഹിക്കപ്പെട്ടതായ കർത്താവെ, നല്ല കർത്തൃ പ്രഭാതത്തിനായി സ്തോത്രം. കൽപ്പിച്ച വചനത്തിനായി കേട്ട മക്കൾക്കില്ല സർവ്വവിധമായ വിടുതലും അനുഗ്രഹവും നൽകിയതുകൊണ്ട് സ്തോത്രം. എല്ലാ മഹത്വത്തോടത്തേക്ക്, എല്ലാ പുകഴ്ചയോടത്തേക്ക് പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം വലിയ അനുഗ്രഹങ്ങൾ, വിടുതലുകൾ ദൈവം നിങ്ങൾക്ക് തന്നു. ഞങ്ങളെ വിളിച്ചറിയിക്കുക. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിഷയങ്ങളെ ഞങ്ങളെ അറിയിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇനി ഒരുമിച്ച് കൂടി വരും വരെയും നമ്മളെ ദൈവം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.